അവളോടൊപ്പം എന്ന ഹാഷ്ടാഗ് IFFKയുടെ ഭാഗമാക്കണമെന്നാണ് ആവശ്യം. സിനിമാ സംവിധായകൻ ടി ദീപേഷ് സാംസ്കാരിക മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന ഒരു പ്രതികരണം സാംസ്കാരിക കേരളം ഉയർത്തുമ്പോഴാണ് ഇപ്പോൾ ടി ദീപേഷ് സിനിമാ സംവിധായകൻ ഒരു പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഡിസംബറിൽ ഈ മാസം അവസാനമുള്ള IFFKയുടെ ഹാഷ്ടാഗ് അവളോടൊപ്പം വേണമെന്നാണ് ആവശ്യം. ഇങ്ങനൊരു ആവശ്യം അയച്ചത് ഏത് പശ്ചാത്തലത്തിലാണ് അർജുൻ? ഡോക്ടർ ശരത് കുമാർ, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നതിന് പിന്നാലെയാണ്, അതായത് ഈ നടിക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല എന്ന ഭരണതലത്തിലുള്ള വകുപ്പ് മന്ത്രി ഉൾപ്പെടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ അത്തരമൊരു പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവളോടൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് കൂടി IFFKയുടെ ഭാഗമാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. പ്രത്യേകിച്ച് എല്ലാ സിനിമാ മേഖലയിലും സാംസ്കാരിക മേഖലയിലും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുമെല്ലാം ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പൊതുവികാരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ മാനവീയം വീതിയിൽ നടക്കുന്ന അവളോടൊപ്പം എന്നുള്ള ക്യാമ്പയിനും, അതായത് അതിജീവിതയുടെ മാനസിക പ്രയാസത്തോടൊപ്പം അവളുടെ പോരാട്ടത്തിനോടൊപ്പം കേരളം ഒന്നാകെ അണിനിരക്കുന്നു. അതിന്റെ ഭാഗമായി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേരളത്തിന്റെ മേള, ആ മേളയുടെ ഭാഗമായി അവളോടൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് കൂടി ഉൾപ്പെടുത്തി ആ മേളയുടെ ഭാഗമാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഇപ്പോൾ ഉയരുന്നത്. ഓക്കെ അർജുൻ, ദീപേഷാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. മാനവീയം വീഥിയിലും മാനാഞ്ചിറയിലുമൊക്കെ ഐക്യദാർഢ്യ സദസ് രൂപപ്പെടുത്തുന്നതിനിടയിലാണ് ഇപ്പോൾ IFFKയുടെ ഹാഷ്ടാഗ് അവൾക്കൊപ്പമാക്കണം എന്ന് ദീപേഷ് ഇപ്പോൾ ചലച്ചിത്ര സംവിധായകൻ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ദീപേഷ് നമുക്കൊപ്പമുണ്ട്. ദീപേഷ്, ഗുഡ് മോർണിംഗ്. ദീപേഷ്, ഇങ്ങനൊരു കത്തെഴുതിയതായിട്ട് അറിയുന്നു. എന്താണ് കത്തെഴുതാനുള്ളൊരു കാരണം? ഈ കോടതി വിധിയിലുള്ള അതൃപ്തി ഇപ്പോൾ കേരളം പ്രകടമാക്കുന്നുണ്ട്. നടിക്കൊപ്പം അവൾക്കൊപ്പം എന്ന നിലപാടാണ് കേരളം ഇപ്പോൾ പലയിടങ്ങളിലും പ്രകടിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണോ IFFKയുടെ ടാഗ് അവൾക്കൊപ്പം എന്നാക്കാനായി താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ദീപേഷ്, സംവിധായകൻ ടി ദീപേഷാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഇങ്ങനെയൊരു കത്ത് നൽകിയിരിക്കുന്നത്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് IFFKയുടെ ഭാഗമാക്കണമെന്നാണ് ആവശ്യം. ദീപേഷ്, എന്റെ ചോദ്യം കേട്ടിരുന്നുവെങ്കിൽ IFFKയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഹാഷ്ടാഗ് വേണം എന്ന് ടി ദീപേഷ് ഒരു കത്ത് നൽകിയതായിട്ട് അറിയുന്നു. ആ കത്ത് നൽകിയത് ഈ വിധി വന്നതിനു ശേഷം അതിലുള്ള അതൃപ്തി കൂടി സൂചിപ്പിച്ചുകൊണ്ടാണോ? നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, കേരളം ഒന്നടക്കം വിചാരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, കത്ത് നൽകാനുണ്ടായ പ്രധാന കാരണം ഇത് ആ നടിയുടെ മാത്രം പ്രശ്നമല്ല, ആ അതിജീവിതയുടെ മാത്രം പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. ഇത് കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയുണ്ട്. കാരണം ഇനി ഒരിക്കൽ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നുകൂടാൻ പാടില്ലാത്ത ഒരു ക്രിമിനൽ കുറ്റമാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് താഴെ തട്ട് മുതൽ മുകളിലത്തെ തട്ടുവരെ കേസിൽ പിടിക്കപ്പെടണം, ജയിലിലടക്കപ്പെടണം എന്ന കൃത്യമായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് യുവാക്കൾ ഏറ്റെടുക്കണം, യുവജന സംഘടനകൾ ഈ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. അതോടൊപ്പം സാംസ്കാരിക മേഖലയും പൂർണ്ണമായും ഇതിന്റെ കൂടെ നിൽക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ കാരണം. താങ്ക് യു. ടി ദീപേഷാണ് ചലച്ചിത്ര സംവിധായകൻ ഇപ്പോൾ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. IFFKയുടെ ടാഗ് ലൈനായിട്ട് അവൾക്കൊപ്പം എന്ന ഒരു ഹാഷ്ടാഗ് വേണം എന്നാണ് ഇപ്പോൾ ടി ദീപേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.